ഹായ്. നാട്ടിലൊക്കെ എന്താ പോസ്റ്റിൻ്റെ പ്രശ്നം? നിങ്ങൾ അവനെ പ്രേമിക്കുന്നുണ്ടോ? കുഴപ്പമില്ല, പറഞ്ഞോളൂ. യു ക്യാൻ ട്രസ്റ്റ് മീ. എന്നൊരു സുഹൃത്തായിട്ട് കണ്ട് പറഞ്ഞൂടെ? അതെ, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ കല്യാണം കഴിച്ചാലും അവൻ എന്റെ മനസ്സിലുണ്ടാവും. ഇതാണ് സ്നേഹം. ട്രൂ ദാറ്റ് ലവ്. ജസ്റ്റ് പ്യൂർ ലവ്. ഹാറ്റ്സ് ഓഫ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ അവരോടൊന്ന് സംസാരിച്ചോട്ടെ? ഓക്കെ. ഡെയിലി ചെയ്തോളൂ. ഹലോ. ഹലോ, ആരാ? ഹലോ ബ്രോ, ഒരു മിനിറ്റ്. ഇതിനു മുന്നേ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാമോ പ്ലീസ്? നിന്നെ കല്യാണം കഴിച്ചാലും എന്റെ മനസ്സിൽ അവനെ ഉണ്ടാവും. കാർത്തിക, താങ്ക് യു സോ മച്ച് ബ്രോ. എൻ്റെ ലൈഫിൽ റിവെഞ്ച് എവിടെയോ മിസ്സായ പോലെ എനിക്ക് തോന്നി. പക്ഷെ നീ കാരണമാ എനിക്ക് ആ ചാൻസ് വീണ്ടും കിട്ടിയത്. എന്ത് റിവഞ്ചാടോ? ഞാനൊരു പെണ്ണിനെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ കറക്റ്റ് സമയത്ത് അവളുടെ ലവർ കൂട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചു. ഞാൻ അപ്പോഴേ തീരുമാനിച്ചതാ, എൻ്റെ ലവറെ വേറൊരുത്തൻ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും വേറൊരുത്തൻ്റെ ലവറെ കല്യാണം കഴിക്കണമെന്ന്. എടാ, നിനക്കെന്താ പ്രാന്താണോ? വേറെ ആരോടുള്ള ദേഷ്യം എന്നോടെന്തിനാ കാണിക്കുന്നത്? ഒരു കൊതുകടിച്ചതിന് ആളൗട്ട് വെച്ച് എല്ലാത്തിനും കൊല്ലുന്നില്ലേ? ഇതും അതുപോലെയാ. എൻ്റെ സഹോദര, ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കും. നിന്റെ പെണ്ണിനെ രക്ഷിക്കാൻ നീ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്തോ. ലവ് ഫെയിലിയർ ആയതുകൊണ്ട് ഞാൻ അനുഭവിച്ച വേദന നീയും അറിയണോടാ. കേട്ടോടാ. നിന്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയണമെങ്കിൽ നിന്റെ ഫ്രണ്ടിനോട് ചോദിക്കണം. നിന്റെ കപ്പാസിറ്റി അറിയണമെങ്കിൽ നിന്റെ ശത്രുവായി മാറണം. ഇത് ഞങ്ങളുടെ പടത്തിന്റെ ഡയലോഗാ. അതാ ഞാൻ നിന്നോട് പറയുന്നത്. ഐ ഹേർട്ട് ഇറ്റ്. എന്റെ ശത്രു നീ തന്നെയാടാ. അച്ഛാ, എനിക്ക് പെണ്ണിനെ ഒരുപാട് ഇഷ്ടമായി. എൻഗേജ്മെന്റ് ഒന്നും എന്തായാലും വേണ്ട, നേരെ കല്യാണം മതി. എൻഗേജ്മെന്റ് ഇല്ലാതെ എങ്ങനെയാടാ കല്യാണം നടക്കുക? അത് നമുക്കേ ഡയറക്റ്റ് കല്യാണം നടത്തിയാലോ? ഐ ലവ് യുടാ ഡാഡി. ഒരാഴ്ചയിൽ എങ്ങനെയാടാ കല്യാണം കഴിക്കുന്നത്? അതാണെങ്കിൽ ആ മെന്റലിന്റെ കൂടെ. നീ ഓക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തട്ടിക്കൊണ്ടുവരാം. നീ ഒന്ന് ചുമ്മാ തിരിയടേ. പ്രേമിച്ച പെണ്ണിന് എന്തിനാ തട്ടിക്കൊണ്ടുവരുന്നേ? അല്ല, കേശവേണ്ണ നിങ്ങളെ വലിയ കാര്യമല്ലേ? പിന്നെന്താ പ്രശ്നം? എടാ, നീ നാട്ടിലില്ലായിരുന്നോ? ഒരാഴ്ചയായിട്ടില്ല. ഞാൻ അമ്മായിയമ്മയുടെ വീട്ടിലായിരുന്നു. ഇന്നാ എത്തിയേ. നിന്നെ ഞാൻ പ്രേമിച്ച വീരമുത്തുവിന്റെ പെണ്ണിനെ ആടാ. വീരമുത്തുവിന്റെ മോളോ? അപ്പൊ അന്ന് ഫാമിലിയുടെ ഡീറ്റെയിൽസ് ചോദിച്ചത് മിസ് അണ്ടർസ്റ്റാൻഡിങ്ങാ. പക്ഷെ ഈ തമിഴന്മാരുമായിട്ടുള്ള ഇടപാട് നമുക്ക് എന്തിനാ? ഒരു മലയാളി പെണ്ണിനെ കണ്ട് കെട്ടാൻ നോക്ക്. മലയാളി പെണ്ണിന് എന്താ കുറവ്? തമിഴ് പെണ്ണിന് എന്താ ഉള്ളത്? മലയാളി പെണ്ണിന് എന്താ ഇല്ലാത്തത് പറ. മലയാളി പെണ്ണിന് കുറവെന്ന്. ഞാൻ തമിഴാ. അപ്പൊ നീ തമിഴനല്ലേ? എന്താ അങ്ങനെ ചോദിക്കുന്നേ? ഞാൻ ചെറുപ്പം തൊട്ടേ സൂപ്പർ സ്റ്റാറിന്റെ ഫാനാ. ഞാനൊക്കെ തിയേറ്ററിൽ ഡാൻസ് കളിച്ചാലുണ്ടല്ലോ. എനിക്ക് ആ പെണ്ണിനെ ഒരിക്കലും വിട്ടുകളയാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും ഒന്നു ചേരണമെങ്കിൽ ഈ നാട് ആദ്യം ഒന്നു ചേരണം. അത് നടക്കണമെങ്കിൽ ആദ്യം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ? അതൊക്കെ മാസ്റ്ററിന് അറിയാം സാർ. ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളെ കുറിച്ച് മാസ്റ്റർ പറയാറുണ്ട്. സാറിന്റെ അഡ്രസ്സ് ഈ ചേട്ടൻ്റെ കയ്യിലുണ്ട്. ദേ കാരണവരെ, ഇങ്ങോട്ട് നോക്കി കാരണവരെ. നമ്മുടെ നാട്ടിന്റെ കഥ അറിയാൻ വേണ്ടി കുറച്ച് കോളേജ് പിള്ളേർ വന്നിട്ടുണ്ട്. ഒന്ന് എണീച്ചാട്ടെ. ഒരുപാട് സന്തോഷം. ആ കാലത്തൊക്കെ ഞങ്ങളൊക്കെ സഹോദരങ്ങളെ പോലെയാ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഓരോരുത്തരുടെ വീട്ടിലും ഞങ്ങൾ എല്ലാവരും പോകുമായിരുന്നു. എന്നാ ഇപ്പോ തമ്മിത്തല്ലി ചാവുന്നു. ഈ നാട് പിരിയാനുള്ള കാരണം എന്താ? അപ്പോ 1953 തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്ര പിരിഞ്ഞു പോണ സമയം. ഇതിനാൽ തിരുപ്പുറം ഗ്രാമവാസികളെ എന്താണ് അറിയിക്കുന്നതെന്ന് വെച്ചാൽ, മദ്രാസിൽ നിന്ന് ആന്ധ്ര പിരിയുന്നത് കൊണ്ട് അതിർത്തി കല്ലുകൾ സ്ഥാപിക്കാൻ തീരുമാനമായിരിക്കുകയാണ്. അത് കാരണം ആ അതിർത്തി തിരുപ്പൂർ ഗ്രാമത്തിന്റെ നടുവിലൂടെയാണ് പോകുന്നത്. നിങ്ങളെല്ലാം ഇതിന് സമ്മതം തന്നുകൊണ്ട് ഈ പേപ്പറിൽ ഒപ്പിടേണ്ടതാണ്. വേലി സ്ഥാപിച്ച് അതിര് തിരിക്കാനുള്ള ഉത്തരവ് ഗവൺമെന്റ് പ്രാബല്യത്തിലാക്കിയിരിക്കുന്നു. എന്താ ഇവിടെ വന്ന നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഇത് ഞങ്ങളുടെ ജമീന്ദാർ അറിഞ്ഞാലുണ്ടല്ലോ എന്താ ഇവിടെ സംഭവിക്കാന്നറിയോ? ഇവിടുത്തെ ജമീന്ദാർ ആരാണെന്നറിയോ? ജമീന്ദാർ വീരമുത്തു. ഭൂപതി ജമീന്ദാർക്ക്
ജമീന്ദാർ കേശവർക്ക്, ലാൽ ബഹദൂർ കേശവർക്ക്. ചേട്ടനും അനിയനും പോലെ ഇരിക്കുന്ന ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നീ ആരാണെന്ന്? സാർ, ഇത് മോളിൽ നിന്നുള്ള ഉത്തരവാണ് സാർ. മിണ്ടാതിരുന്നോണം. ഇവിടെ ഞാനാണ് രാജാവ്. എന്റെയാണ് ഈ രാജ്യം. അതിപ്പോ മാത്രമല്ല, എപ്പോഴും ഞാൻ മാത്രമാണ് ഇവിടുത്തെ രാജാവ്. മനസ്സിലായോ? ഇല്ലെങ്കിൽ നീയൊന്നും ജീവനോടെ കാണില്ല. നിന്നെയൊക്കെ കൊന്ന് കാട്ടിലെറിയും ഞാൻ. ഞങ്ങളുടെ ഇടയിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയലാവരും. ഒരുമിച്ച് നിന്നാൽ സന്തോഷമായിരിക്കും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് സന്തോഷമായിരിക്കും എന്ന് വിചാരിച്ചു. എന്നാ പിറ്റേ ദിവസം ഒപ്പിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. എന്താ ഒന്നിച്ച് നിന്നാലും സന്തോഷം ഉണ്ടാന്ന് പറഞ്ഞ് കൈ കൊടുത്തെന്നോ? എന്നിട്ട് പിറ്റേ ദിവസം തന്നെ പിരിഞ്ഞെന്നോ? അതിന്റെ യഥാർത്ഥ കാരണം എന്താ? അമ്മ അമ്മ എന്താ പറ്റിയത്? അമ്മക്ക് പാവം തണുത്ത് വിറയ്ക്കുകയാണെന്ന് തോന്നുന്നു. ചേട്ടാ പുതപ്പൊന്നും എടുക്ക്. കുളിരല്ലട കോപ്പെ, അദ്ദേഹത്തിന് ഫിക്സ് വന്നതാ. മുത്തശ്ശ എണീക്ക്. മുത്തശ്ശ ഒന്ന് എണീക്ക്. ഹലോ മുത്തശ്ശ ഒന്ന് തുറന്നേ, കണ്ണു തുറന്നേ. ഇതാരടാ? മുത്തശ്ശ ഒന്ന് നോക്ക്. പരമോ? അതാരാ? മുത്തശ്ശൻ കണ്ണു തുറക്കുന്നേ. ഫോൺ വെക്കടാ. പിടിക്ക്. അതാ ഈ റൂമിലേക്ക് പോ. പേഷ്യന്റിന് ബോധം വന്നു. അമ്മാവാ, അന്നെന്താ സംഭവിച്ചെന്ന് പറഞ്ഞില്ലോ? അന്ന് ശരിക്കും എന്താ ഉണ്ടായത്? അന്നും ഇതുപോലെ ഫിക്സ് വന്ന് ഞാൻ താഴെ വീണു പോയടാ. അതിനുശേഷം എന്ത് പറ്റിയെന്ന് എനിക്കറിയാൻ പാടില്ല. ഇങ്ങേർക്ക് ആദ്യം ഫിക്സ് വന്നപ്പോ തന്നെ പോകേണ്ടതായിരുന്നു. വാ. ആദ്യം നാട്ടിലെ പ്രശ്നങ്ങൾ എന്താന്ന് മനസ്സിലാക്കണോടാ. അതെ. നിങ്ങളെന്താ ഇവിടെ? അച്ഛന് ഫോൺ വന്നിരുന്നു മോനെ. ഹലോ, ഞാൻ നിങ്ങളുടെ വരാനിരിക്കുന്ന മരുമകളുടെ ഹസ്ബൻഡാ. റോങ് നമ്പർ. ബ്ലഡി ഇഡിയറ്റ്. ഹലോ, നിങ്ങൾക്കെന്താ ഞാൻ പറഞ്ഞത് ഇതുവരെ മനസ്സിലായില്ലെന്നുണ്ടോ? ഫോൺ വിളിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്യുന്നത് എന്തിനാന്ന്? നിനക്ക് എന്താണ് വേദന? എനിക്ക് വേദനയൊന്നുമില്ല, നിങ്ങളുടെ മകനാ വേദന. ഞാൻ അവൻ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവാ. ഇത് മനസ്സിലായതിനു ശേഷം അവനാകെ വിഷമം തോന്നിയിരുന്നു. ഇപ്പം അങ്ങനെ ഫീൽ ചെയ്യുന്നേ. നാളെ അവന് പ്രാന്താവുന്നതിന് മുന്നേ നിങ്ങൾ വന്നൊന്ന് ആശ്വസിപ്പിച്ചോ. അവനെന്തിനാ നിങ്ങളെ ഫോൺ ചെയ്യുന്നത്? എനിക്കെങ്ങനെ അറിയാൻ പറ്റും? നിന്നെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. നീ ഇവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടെന്ന് വെച്ച് ഓടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ. ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ് ബ്രോ. നിന്റെ കോളിന് വേണ്ടി ഉറങ്ങാതെ വെയിറ്റ് ചെയ്തേ. എടാ ഭ്രാന്ത, നീ എന്തിനാ എൻ്റെ അച്ഛനെ ഫോൺ ചെയ്ത്? അത് സിമ്പിൾ മച്ചാ. നീ എൻ്റെ കോള് കട്ട് ചെയ്തു. അപ്പം എനിക്ക് ദേഷ്യം വന്നു. അപ്പം നിന്റെ അച്ഛനെ കോൾ ചെയ്തു. എൻ്റെ അച്ഛൻ നമ്പർ നിനക്കെങ്ങനെ അറിയാടാ? ഓ, നിന്റെ അച്ഛൻ വലിയ പ്രൈം മിനിസ്റ്റർ അല്ലേ. നീ എന്തുകൂടെ അങ്ങനെ പ്രാന്തനായി സംസാരിക്കുന്നേ? പ്രതികാരം എങ്ങനെ വേണേലും ചെയ്യാടാ മച്ചാ. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? പഴയ ആളെ എന്നെ വിട്ട് പോയപ്പോ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് നീ എന്തായാലും അറിയണം. നോട്ട് നിരോധന സമയത്ത് ബ്ലാക്ക് മണി കയ്യിലുണ്ടായിരുന്നവരുടെ വേദനയെക്കാളും വലിയ വേദനയായിരുന്നു. ആ വേദന നീയും അറിയണം. ടൈമില്ല കോബർദ. ഇൻവിറ്റേഷൻ ഓൾറെഡി ഓർഡർ കൊടുത്തു കഴിഞ്ഞു. അത് നീ ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്ക്. ഇറ്റ്സ് ഗെറ്റിംഗ് ടു ലേസി. വെറുതെ ജയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് നോക്കാം, സാമ്പാറാണോ ദം ബിരിയാണി ആണോ എന്ന്, ശങ്കറാണോ രാജമൗലിയാണോ എന്ന്. എന്താടാ പറ്റിയേ? മോനെ, നമുക്ക് ഈ നാടും വേണ്ട, ഇവിടുത്തെ പെണ്ണും വേണ്ട. നമുക്ക് ഇവിടുന്ന് പോവാം. ആദ്യം നിങ്ങളെ പറയണ്ടേ. സന്തോഷത്തോടെ ഇരുന്ന നമ്മുടെ മോനെ ഇവിടേക്ക് അയച്ചില്ലേ? എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അമ്മ, ഞാൻ ഇതുവരെ ഏതെങ്കിലും പെണ്ണിനോട് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും നോക്കുന്നെങ്കിലും കണ്ടിട്ടുണ്ടോ? അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ മുതൽ മനസ്സിനകത്ത് എന്താണെന്നറിയില്ല അച്ഛാ. എപ്പോഴും അടി ഇടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാനിപ്പോ അതൊക്കെ നിർത്തിയിട്ട് ഈ നാടിപ്പോ ഒന്നാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക.
എനിക്ക് ആ പെണ്ണിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് അച്ഛാ. ഞാനെപ്പോഴും ഹാപ്പി ആയിരിക്കും എന്ന് പറയാറില്ലേ? ഞാൻ ഹാപ്പി ആയിരിക്കണമെങ്കിൽ ആ പെണ്ണെന്റെ ജീവിതത്തിൽ വേണം. അതുകൊണ്ടല്ല മോനെ ഞങ്ങള്. നീ മിണ്ടല്ലേ? അവൻ വഴക്കുണ്ടാക്കുമ്പോൾ നീ വേണ്ടാന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാവും. ഇപ്പൊ അവൻ സ്നേഹിക്കുന്ന സമയത്ത് വേണ്ടാന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ എന്താ പറഞ്ഞേ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ മിണ്ടാതിരിക്കേ. എടാ, നീ അവളെ വിളിച്ചു പറ. അവളെ കൂട്ടിക്കൊണ്ട് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോരും. താങ്ക്സ് അച്ഛൻ.